കൊടുംവേനലിൽ സംസ്ഥാനത്തെ നീരുറവകളും ജലാശയങ്ങളും ഒക്കെ വറ്റിവരളുകയാണ്. പേപ്പാറ ഡാമാണ് തലസ്ഥാന നിവാസികളുടെ, തിരുവനന്തപുരത്തുകാരുടെ നീരുറവ. പേപ്പാറ ഡാമിൽ നിന്നുള്ള വെള്ളം അരുവിക്കരയിൽ എത്തിച്ച് ശുദ്ധീകരിച്ചാണ് തലസ്ഥാനവാസികൾക്ക് കുടിവെള്ളമായി മാറുന്നത്. പക്ഷേ ഇവിടുത്തെ കണക്കുകളും വലിയ ആശങ്കയാണ് ഇപ്പോൾ തലസ്ഥാന നിവാസികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ദിവസവും പേപ്പാറ ഡാമിന്റെ സംഭരണശേഷിയിലെ ജലനിരപ്പ് കുറയുകയാണ്. അതും വലിയ രീതിയിൽ തന്നെ ആ കുറവ് വരുന്നു. 107.05 മീറ്ററാണ് പേപ്പാറ ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ ഇത് 97.75 മീറ്ററായി താഴ്ന്നു കഴിഞ്ഞു. ഒരു ദിവസം മുമ്പ് 98 മീറ്റർ ആയിരുന്നതാണ് വളരെ പെട്ടെന്ന് വീണ്ടും ജലനിരപ്പ് താഴ്ന്നത്. ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണിത്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് മെയ് 15 വരെയുള്ള വെള്ളം പേപ്പാറയിലുണ്ടെന്നാണ് ജല അതോറിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ വേനൽ മഴ പെയ്യാതിരുന്നാൽ, വേനൽ ഇനിയും ശക്തമായാൽ ഈ കണക്കുകൾ മാറ്റമുണ്ടാകാം. ഏതാണ്ട് 3 ആഴ്ചത്തേക്കുള്ള വെള്ളം അതുമാത്രമാണ് ഇപ്പോൾ പേപ്പാറ ഡാമിലുള്ളത്. 88 മീറ്ററോളം ജലനിരപ്പ് താഴ്ന്നാൽ അരുവിക്കരയിലേക്കുള്ള ജലവിതരണത്തിൽ തടസ്സമുണ്ടാകാം. അതാണിപ്പോൾ ആശങ്കയുയർത്തുന്നത്. ഓരോ ദിവസവും ചൂട് ശക്തമാവുകയാണ്. കടുത്ത വേനൽ മെയ് പകുതി വരെയെങ്കിലും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അങ്ങനെ വന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും. 9 വർഷം മുമ്പ് ഒരു വേനൽക്കാലത്ത് നെയ്യാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിരുന്നു. എന്നാൽ അത്ര എളുപ്പമുള്ള നടപടിക്രമങ്ങളല്ല അതിനുള്ളത്. 1 മാസത്തോളം മുന്നൊരുക്കം അതിനുവേണ്ടി മാത്രമായി വരും. പേപ്പാറയിലെ മാത്രമല്ല അരുവിക്കരയിലെയും ജലനിരപ്പ് താഴുകയാണ്. അതാണ് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുന്നതും സങ്കീർണമാക്കുന്നതും. ഏതായാലും കഴിഞ്ഞ ദിവസം വേനൽമഴ ഇവിടെ പെയ്തിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും ശക്തമായ വേനൽമഴ ഉണ്ടായില്ലെങ്കിൽ പേപ്പാറ ജലനിരപ്പ് വലിയ രീതിയിൽ താഴും. അത് തലസ്ഥാനവാസികളുടെ കുടിവെള്ളം മുട്ടിക്കും. അത് സംഭവിക്കാതിരിക്കാനുള്ള പോംവഴികളും പരിഹാര നടപടികളും ഇതിനകം തന്നെ അധികൃതർ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. പേപ്പാറയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം വി അരുൺ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.